ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചക്കക്കൂട്ടാനാണ് വയ്ക്കാൻ പോകുന്നത്. ഞങ്ങളെ നാട്ടിൽ പറഞ്ഞ ചക്കക്കൂട്ടാൻ എന്ന് പറയും. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. കൊല്ലം ഞങ്ങളെ പ്ലാവിൽ ചക്ക കായ്ക്കെങ്കിലും അത് കണ്ടിങ്ങനെ മേലോട്ട് നോക്കി വായിൽ വെള്ളം ഇറക്കാനേ ഞങ്ങൾക്ക് സാധിക്കാറുള്ളൂ. കുറച്ചൊക്കെ കിട്ടും, അധികം പക്ഷെ മേലെയാണ് ഉണ്ടാവൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടി ഒരു ചക്കേനൊക്കെ ഇട്ട് താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ചുളയൊക്കെ പറിച്ച് തന്നു. ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കുക. പണ്ടൊക്കെ ചക്ക വൃത്തിയാക്കുമ്പോൾ ചക്കയുടെ പകുതി നമ്മളെ വയറിലും ഉണ്ടാവില്ലേ. ഇന്നിപ്പോൾ അതുപോലൊന്നും ചക്ക തിന്നാൻ ആർക്കും വയ്യ. വയറിന് ചൂടാണ്. അന്നത്തെ പോലെ ഒന്നും ചക്കയും മാങ്ങുന്ന ആർക്കും വേണ്ട. ഇന്നത്തെ കുട്ടികൾക്കൊന്നും വേണ്ട. അന്നൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ കസിൻസൊക്കെ ഒത്തുകൂടുമ്പോൾ ചക്ക അങ്ങനെ ഉണ്ടാക്കും. എല്ലാവരും ചക്ക ഉണ്ടാക്കുമ്പോൾ ഞങ്ങളൊരു വട്ടം ചക്കച്ചകണിയൊക്കെ ഉപ്പേരി വെച്ചൊരു കഥ ഉണ്ട്, കരിഞ്ഞു പോയ കഥ. ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചക്കച്ചകണി ഉപ്പേരിയൊക്കെ കരിഞ്ഞു പുകഞ്ഞിരിക്കണം. അപ്പോൾ കഥയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചക്കയൊക്കെ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ചക്കക്കുരു നുറുക്കിയിടുക, അല്ലെങ്കിൽ ചക്ക പറയിത്രേ ഞാൻ ഇത്രയും കുട്ടികളെ പ്രസവിച്ചിട്ട് ഒരു കുട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ലാന്ന്. അത് നമ്മൾ പറയിപ്പിക്കാൻ പാടില്ലല്ലോ, നമ്മൾക്കും മക്കളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇനി ചക്ക കരയണ്ട, ചക്കക്കുരു വരാത്തതിന്. ചക്കക്കുരുവൊക്കെ 3-4 ഇഷ്ടാനുസരണം നുറുക്കിയിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രം. ചൂടല്ലേ, അപ്പോൾ അല്ലാണ്ട് എരിവ് വേണ്ട വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. അപ്പോഴേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ എന്താ അങ്ങനെ നുറുക്കിയിട്ടിരിക്കണമെന്ന് തോന്നരുത്, തേങ്ങയ്ക്ക് നല്ല ക്ഷാമമാണ്. പൊന്നുമേലല്ലേ തേങ്ങയ്ക്ക്. അപ്പോൾ നമ്മൾ വെള്ളം വറ്റാറായ തേങ്ങയും വെള്ളം വറ്റിയ തേങ്ങയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും വേസ്റ്റാക്കാറില്ല. ഒക്കെ കട്ട് ചെയ്ത് നുറുക്കിയാണ് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കലാണ് പതിവ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 4 ചുവന്നുള്ളിയും ജീരകം കുറച്ച് കുരുമുളകും ചേർത്ത് നമ്മൾ തേങ്ങേനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെണ്ണ പോലെ അരയണ്ട, പാകത്തിൽ കുറച്ച് മാത്രം അരഞ്ഞാൽ മതി. അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ചക്ക നിങ്ങൾക്ക് നല്ല ഉടയണം എന്നുള്ളവർക്ക് നല്ല കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കാം. ഞങ്ങൾക്കിപ്പോൾ നല്ല അങ്ങനെ ഉടഞ്ഞ് വഴുവഴുക്കനെ ആവണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഉടച്ചു കൊടുത്തണോ, പക്ഷെ നല്ലതായിട്ട് ഉടച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉടച്ചു കൊടുക്കുക. നമ്മൾ അരപ്പൊക്കെ അതിൽ ചേർക്കുക. നല്ലപോലെ അരപ്പ് എല്ലായിടത്തേക്കും എത്തണ രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾ ചിരട്ടക്കയിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ കറിയൊക്കെ ഇളക്കാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിലിപ്പോൾ വലിയൊരു തള്ളക്കയിലാണുള്ളത്, ചിരട്ടയുടെ വലിയ കയ്യിൽ. ചോറൊക്കെ ഇളക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിപ്പോൾ പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ കണ്ടോ, കറിയൊക്കെ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു താളിപ്പാണ് എനിക്ക് വേണ്ടത്. ചട്ടി വെച്ച് കൊടുക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്താ ചേർക്കേണ്ടത്? കടുക് ചേർക്കണം. കടുക് പൊട്ടുമ്പോൾ നമ്മൾ മുഖം കൊണ്ടുപോയിട്ട് അടുത്ത് വയ്ക്കരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. നല്ലപോലെ കടുക് പൊട്ടട്ടെ. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ഗ്യാസ് ഓഫാക്കുക. നമ്മൾ നേരെ കറിയിലേക്ക് അതിനെ തട്ടുക. അപ്പോൾ എൻ്റെ കുഞ്ഞു റെസിപ്പികളും ചക്കക്കൂട്ടാനൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ മറക്കല്ലേ. ഇതുപോലത്തെ നാടൻ കറികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ പിന്നെയും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക. നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക.